2013 നമുക്കറിയാം ഈ ഒരു കേസിന് ആസ്പദമായിട്ടുള്ള ഒരു സംഭവം നടക്കുന്നത്. അതായത് കണ്ണൂർ അഴീക്കോട് സ്കൂളിൻ്റെ +2 ബാച്ച് പുതുതായി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് KM ഷാജി 25 ലക്ഷം രൂപ മാനേജ്മെൻറ്റിൽ നിന്ന്, ഒരു അധ്യാപകൻ വഴിയാണ് മാനേജ്മെൻറ്റിൽ നിന്ന് 25 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി എന്നതാണ് ഈ KM ഷാജിക്കെതിരായിട്ടുള്ള കേസ് എന്ന് പറയുന്നത്. പക്ഷേ ആ അധ്യാപകനെ പിന്നെ സ്ഥിരപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് ഒരു സംശയത്തിൻ്റെ നിഴലിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. അതിനുശേഷം 2017 മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രാദേശിക CPM നേതാവ് പരാതി നൽകുന്നത്. അതിനുശേഷം 2020 വിജിലൻസ് കേസ് എടുക്കുന്നത്. ഇതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, അതായത് KM ഷാജിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് 47 ലക്ഷത്തിലധികം രൂപ കണ്ടെടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് വേണ്ടി സമാഹരിച്ചിട്ടുള്ള ഫണ്ടാണെന്ന് പിന്നീട് കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം അദ്ദേഹത്തിൻ്റെ ഒരു വീട് വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ ഭാര്യയുടെ പേരിൽ ഒരു ഭവന നിർമ്മാണം ഉണ്ടായിരുന്നു. ഇത് ഈ പണം ഉപയോഗിച്ചായിരുന്നു എന്നാണ് ആദ്യത്തെ ഒരു ആരോപണം ഉണ്ടായത്. പക്ഷെ ഇത് അങ്ങനെയല്ല എന്നത് പിന്നീട് തെളിയുകയും ചെയ്തു. എന്തായാലും ഹൈക്കോടതി ഈ കേസ് ഇതിൽ തെളിവുകളൊന്നുമില്ല എന്ന് പറഞ്ഞ് തള്ളിയ ഒരു സാഹചര്യത്തിൻ്റെ പുറത്താണ് സർക്കാർ ആദ്യം സുപ്രീം കോടതിയെ സമീപിച്ചത്. അതിനുശേഷം EDയും ഇതിൽ കക്ഷി ചേരുന്നൊരു സാഹചര്യമായിരുന്നു. എന്തായാലും ഇപ്പോൾ സർക്കാരിനും EDക്കും തിരിച്ചടി എന്നോണമാണ് സുപ്രീം കോടതിയിൽ നിന്നുള്ള ഈ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. രൂക്ഷ ഭാഷയിലാണ് സർക്കാരിനെ സുപ്രീം കോടതി വിമർശിക്കുന്നത്.